പ്രിയമുള്ളവരെ, വചനജ്വാല 1045 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 11 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മള് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ എസ്തേറിന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. രാജശാസനം. കത്തിന്റെ പകർപ്പ് മഹാരാജാവായ അഹേസുരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു. അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു. കൂടാതെ നന്മയറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകി വശാകുന്നു. എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കൽപ്പിക്കുന്നു. പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുകാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവെച്ചിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു. അയോഗ്യമായി അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുൻപിൽ എത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും. ഹമ്മോദായുടെ മകനും മക്കദോനിയക്കാരനും തീർച്ചയായും പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ ദയയേതും തീണ്ടിയിട്ടില്ലാത്തവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായി. ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസ്സിന്റെ ഫലം അനുഭവിച്ചു. നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസിംഹാസനത്തിന്റെ 2ാം സ്ഥാനക്കാരനായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോന്നു. എന്നാൽ അഹങ്കാരം അടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിറങ്ങി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭ ഇന്ന് നമുക്കേറെ സുപരിചിതനും അനുഗ്രഹീതനുമായ വിശുദ്ധ ബെനഡിക്റ്റിനെ അനുസ്മരിക്കുന്ന പുണ്യ ദിനമാണ്. നേർച്ചയിൽ ഇറ്റലിയിലെ നോർച്ചയിൽ
ജനനം, റോമായിൽ പഠനം, സുഖലോലുപതയോട് താല്പര്യമില്ലാത്തതിനാൽ സുബിയാക്കോ പർവ്വത നിരകളിൽ ഒരു ഗുഹയിൽ 3 വർഷം താമസിച്ചു. വിശുദ്ധി മൂലം പലരും കൂടെ താമസിക്കാൻ തയ്യാറായി. ഒരു കഠിനമായ സന്യാസമുറയ്ക്ക് തുടക്കമിട്ടു. ശിഷ്യന്മാർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ആശീർവദിച്ചപ്പോൾ കോപ്പ തകർന്നു വീണു. സ്കൂളുകൾ തുടങ്ങിയത് അസൂയാലുക്കൾ വർദ്ധിക്കാൻ ഇടയാക്കി. 28 വർഷത്തിനിടയ്ക്ക് 12 അംഗങ്ങളുള്ള 12 ആശ്രമം സ്ഥാപിച്ചു. ഒരു ശിഷ്യന്റെ പിതാവ് മോന്തോ കസീനോ ദാനം ചെയ്തു. അവിടെ ഒരു ആശ്രമം പണിത് അവിടെ താമസിച്ചു. ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം എന്നീ 3 വ്രതത്രയങ്ങൾ, പ്രാർത്ഥന, പഠനം, കൈത്തൊഴിൽ എന്നിവയും അഭ്യസിപ്പിച്ചു. മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് തന്റെ കല്ലറ തുറക്കാൻ ആജ്ഞാപിച്ചു. പനി പിടിച്ച് 6-ാം ദിവസം തന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ഒരു ശിഷ്യന്റെ മേൽ ചാരി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും താമസിയാതെ മരിക്കുകയുമാണ് ചെയ്തത്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു യുവാവിനെ ഉയർപ്പിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബെനഡിക്റ്റൻ സഭ 24 മാർപ്പാപ്പമാരെയും 4600 മെത്രാന്മാരെയും 5000-ഓളം വിശുദ്ധരെയും കാഴ്ചവെച്ചതായി പറയപ്പെടുന്നു. നമുക്ക് വിശുദ്ധ ബെനഡിക്റ്റിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു.